ഇതൊരു പ്രത്യേക തരം പുട്ടാണ് കേട്ടോ. ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് അബദ്ധപ്പുട്ട് എന്നാണ് കേട്ടോ. ഇതെന്താ ഇപ്പോൾ പുട്ടിന് ഇങ്ങനെ ഒരു പേരെന്നല്ലേ? പുട്ടുണ്ടാക്കുമ്പം അബദ്ധം പറ്റിയാൽ പിന്നെ അങ്ങനെയല്ലേ പേരിടുക. ഞാൻ റവേനെ കൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് റവയ്ക്കെടുത്ത് അതിലേക്ക് ഉപ്പും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചപ്പം കുറച്ച് ആവശ്യത്തിൽ അധികമായിപ്പോയി. പിന്നെ എന്ത് ചെയ്തിട്ടും ഡ്രൈ ആയി വരുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലും ആക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമില്ല. അപ്പോഴേക്കും ദക്ഷുമോന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് വേറെ ഏതെങ്കിലും രീതിയിലേക്കൊന്ന് മാറ്റിയെടുക്കാമെന്ന്. അപ്പം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഉരുളകളാക്കാമെന്ന് വിചാരിച്ചു. ഉരുളകൾ നല്ല ചെറിയ ഉരുളകളാക്കാനൊന്നും സമയമില്ലാത്തതിനെ കൊണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉരുള തന്നെയാണ് ആക്കിയത് കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഉരുളകൾ പുട്ടുകുറ്റിയിലേക്ക് ഇങ്ങോട്ട് ഇട്ട് ആവി കയറ്റിയപ്പം ഇതാ ഇങ്ങനെയായി. അപ്പം പട്ടാണിക്കുറുമയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അബദ്ധം പറ്റിയതാണെങ്കിലും ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുക.